തിരുപ്പിറവിയുടെ രൂപങ്ങളും വാദ്യോപകരണങ്ങളുടെ അകമ്പടിയും ഒക്കെ ആയിട്ട് ഈ വരുമ്പോൾ സാന്റാക്ലോസുമായിട്ട് വീട് വീടാന്തരം കയറുമ്പോൾ അതിനെ വികലമാക്കി അവതരിപ്പിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. ഒരു ചുവന്ന നൈറ്റി ഇട്ടുകൊണ്ട് പിരിവിനായി മാത്രം നടത്തുന്ന കാരലിനെ ഞാൻ അനുകൂലിക്കുന്നുമില്ല. കൃത്യമായി സ്ട്രക്ചേർഡായി തിരുപ്പിറവിയുടെ സന്ദേശവുമായി വരുന്ന കാരൽ കേരളത്തിൽ ഉടനീളം എന്നല്ല, ഇന്ത്യയിൽ ഉടനീളം എല്ലായിടത്തും നടക്കുന്നുണ്ട്. അതിനെയൊന്നും BJP-യോ RSS-ഓ പോയി അങ്ങ് തടസ്സപ്പെടുത്തുന്നു, ആ വ്യാഖ്യാനത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഇവിടെ ഒരു അക്രമി, ഒരു കാപ്പ കേസ് പ്രതി, ഒരു ക്രിമിനലാണ് ഈ ആക്ട് നടത്തിയത്. അയാളെ ജയിലിൽ നിന്ന് ഇറക്കാനോ അല്ലെങ്കിൽ അയാളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വാദിക്കാനോ അങ്ങനെ സ്റ്റേഷനിലേക്ക് ചെല്ലാനോ ഒന്നും BJP-യോ അല്ലെങ്കിൽ RSS-ഓ ആരെങ്കിലും ചെന്നെന്ന് ഞാൻ കരുതുന്നില്ല. C. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുമുണ്ട്. ആ പറഞ്ഞ പ്രസ്താവന ഞാൻ അനുകൂലിക്കുന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് തിരുത്തിയിട്ടുമുണ്ട്. അതിലേക്ക് നയിച്ചത് ഞാൻ കരുതുന്നത് പാലക്കാട് ബിഷപ്പിന്റെ അടക്കം പ്രതികരണങ്ങളാണ് എന്നാണ് കരുതുന്നത്. പാലക്കാട് ബിഷപ്പ് പറഞ്ഞ വാചകങ്ങളിൽ ഒരു ഭാഗം മാത്രമാണ് പുറത്തേക്ക് വന്നത് എന്ന് വേണം കരുതാൻ. പാലക്കാട് ബിഷപ്പ് പറഞ്ഞ ഭാഗം എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. പാലക്കാട് ബിഷപ്പ് പറഞ്ഞത് കാരൽ നടത്തേണ്ടത് ആത്മീയമായ സന്ദേശം നൽകിക്കൊണ്ടാവണം. ഈ കുട്ടികൾ അങ്ങനെ ആ രീതിയിലൊന്നുമല്ല. അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു അവരുടെ ഒരു കൂട്ടായ്മ ഒന്നിച്ച് ഇവർ ബാൻഡൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ കൂട്ടത്തിലെ ഈ കുട്ടികളുടെ സംഘത്തിലെ 10-ലധികം കുട്ടികളുള്ളതിലെ 2 പേർക്ക് ഈ അശ്വിൻ രാജുമായി നേരത്തെ തന്നെ ചില ഫ്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ, അതായത് പ്രാദേശികമായിട്ട് 24 വയസ്സും 16 വയസ്സുമുള്ള ആളുകളാകുമ്പോഴേക്കും അവർക്കിടയിൽ നേരത്തെ എന്തെങ്കിലും പ്രകോപനങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാകും. അതെന്താണെന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അവിടെ ആ ഒരു വാഗ്വാദമുണ്ടായി. പിന്നെ ഈ ബാൻഡിൽ CPM എന്ന് കണ്ടു. അത് ഈ CPM-ന്റെ ഓഫീസിൽ നിന്ന്, ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് കണ്ടയുടനെ ഇയാൾ പോയി അങ്ങനെ ആക്രമിക്കേണ്ട ഒരു കാര്യവും അവിടെ ഇല്ല എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ കുരുടിക്കാട്ടെ കാരൽ ഈ ഏരിയ കമ്മിറ്റിയുടെ ഓഫീസിൽ വെച്ചിരുന്ന ഈ ബാൻഡ് ഉപകരണങ്ങളിലെ ഈ ഡ്രം, അത് കണ്ടിട്ടുള്ള ഒരു പ്രകോപനമായിട്ട് വേണം നമുക്കതിനെ കാണാൻ. അല്ലാതെ കാരലിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നതൊന്നും ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ആക്രമിക്കപ്പെടേണ്ടവരല്ല ക്രിസ്ത്യാനികൾ എന്ന് തന്നെയാണ് ഈ വിഷയത്തിലെ എൻ്റെ നിലപാട്. അപ്പോൾ വ്യക്തിപരമായി ഇയാൾ ചെയ്ത കാര്യത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ പേരിൽ കൂട്ടിച്ചേർക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം തേളാണ് BJP എന്നൊക്കെയുള്ള താങ്കളുടെ ഒരു അതിവായനയായിട്ടാണ് ഞാൻ കരുതുന്നത്.